section, we all have discussed about different types of triangles. In your lower classes also you have learned scalene triangle, isosceles triangle, equilateral triangle, acute triangles, right triangle, obtuse, right? അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാങ്കിൾസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ മോളത്തെ റോയിൽ നോക്കിക്കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു സൈഡ്സ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ട്രാങ്കിൾസ് ആണ്. ആൻഡ് താഴത്തെ സെറ്റ് ഓഫ് ട്രാങ്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ അക്യൂട്ട് റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ആംഗിൾസ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ട്രാങ്കിൾസ് ആണ്. അതിൽ this few of these triangles are special. Okay, special in the sense means ആ ഒരു ട്രയാങ്കിളിലെ സൈഡ്സും അതേപോലെ തന്നെ ആംഗിൾസും എന്തായിരിക്കും, കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. ലൈക്ക് വി ക്യാൻ പ്രഡിക്റ്റബിൾ, അത് സൈഡ്സ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കത് എന്തായിരിക്കും അതിന്റെ വാല്യൂ ഉണ്ടാവുക, അതിന്റെ സൈഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ആംഗിൾ എന്തായിരിക്കും, അത് വലിയൊരു കാര്യമല്ലേ. അതേപോലെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ട്രാങ്കിൾസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷനിൽ മൊത്തം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ഒരു കേസ് ആണ് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. എന്തേലും മനസ്സിലായോ? ഇല്ല. ദാറ്റ് മീൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു, സ്പെഷ്യൽ കൈൻഡ് ഓഫ് ട്രയാങ്കിൾസിനെ പറ്റിയാണ്. നത്തിങ് ബട്ട് യുവർ റൈറ്റ് ട്രയാങ്കിൾ തന്നെയാണ്. റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു രണ്ട് ഡിഫറെന്റ് കേസസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. ഈ ഒരു ടോപ്പിക് മനസ്സിലായി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു സെക്ഷൻ ആണ്. ഇപ്പൊ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളില് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വൺ ഓഫ് ദി ആംഗിൾ വിൽ ബി 90 ഡിഗ്രി, ദാറ്റ് ഇസ് ഷുവർ. ഇനി മറ്റ് രണ്ട് ആംഗിളിൽ ഒരു ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ അതർ ആംഗിൾ വിൽ ബി 45 ഡിഗ്രി. യെസ്, യു നോ ദാറ്റ്. ഇപ്പൊ സൈഡ്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ബി സി എന്ന് ഞാൻ മാർക്ക് ചെയ്യുവാണെങ്കിൽ യോർ സൈഡ്സില്, ഓക്കെ, യോർ സൈഡ്സ് ഏതൊക്കെയായിരിക്കും? എ ബി, ബി സി ആൻഡ് എ സി. എ സി എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് സൈഡ്, ബി സി ഉണ്ട്, ആൻഡ് എ ബി വിൽ ബി ദ പെർപെൻഡിക്കുലർ. ഓക്കെ, നൗ ആംഗിൾസ് നോക്കിക്കഴിഞ്ഞാലോ, ആംഗിൾ എ ഇസ് ഗിവൺ ആസ് 45 ഡിഗ്രി ആൻഡ് ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, ബിക്കോസ് ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ആൻഡ് ആംഗിൾ സി എന്ന് പറയുന്നത് 45 ഡിഗ്രി. ഓൾറെഡി നമുക്ക് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്, ബാക്കി രണ്ട് ആംഗിൾസും എന്താന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. പക്ഷെ ഈ ഒരു കേസിൽ ഒരെണ്ണം 45 ആണെങ്കിൽ നമുക്കറിയാം ഡെഫിനറ്റ്ലി ദ അതർ വിൽ ബി ഓൾസോ 45 ഡിഗ്രി. സോ അതുകൊണ്ടാണ് ഇതിനെ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് പറഞ്ഞ് ഞാൻ കേസ് 1 എന്ന് പറഞ്ഞു കൊടുത്തത്. കാര്യം അതിലെ ആംഗിൾസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്. നൗ യു ക്യാൻ സീ ദാറ്റ് ഇത് എന്താണ്, 3 സെന്റിമീറ്റർ ആണ് അല്ലെ. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ സൈഡ്സ്? ഈ എ ബിയുടെ മെഷർമെന്റ് നമുക്ക് അറിയത്തില്ല, ബി സിയുടെ മെഷർമെന്റ് നമുക്കറിയാം 3 സെന്റിമീറ്റർ ആണെന്നുള്ളത്, എ സിയുടെ മെഷർമെന്റും നമുക്ക് അറിയത്തില്ല. ഈ രണ്ട് സൈഡ്സിന്റെ മെഷർമെന്റ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ആസ് യു ക്യാൻ സീ ഹിയർ, ബി സിയിൽ 3 സെന്റിമീറ്റർ ആണ്, ആണല്ലോ. നൗ വൺ തിങ് യു നോ, 45 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെയും 45 ഡിഗ്രി ആണ്. ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? എ ബി അല്ലെ. 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്. ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ബി സി, വിച്ച് ഇസ് 3 സെന്റിമീറ്റർ. അപ്പം ഇതൊരു ഐസോസിസ് ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. അതായത് ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഈ 45 ഓപ്പോസിറ്റ് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ആംഗിൾ സി എന്ന് പറയുന്ന 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എ ബി എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. നൗ യു ഹാവ് എ ട്രയാങ്കിൾ, അതിൽ ഒരു സൈഡ് 3 സെന്റിമീറ്റർ and the base 3 centimeter ആണ്. You need to find the hypotenuse. You can use now the Pythagoras theorem, that is AC square is equal to AB square plus BC square എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. What is AC square? That is we have to find it. AB എന്ന് പറയുന്നത് 3 square ആണ്, that is 9, plus BC again 3 square, that is 9. 9 plus 9 18. അതായത് AC എന്ന് പറയുന്നത് root of 18 ആണ്. What is root 18? Root of 9 into 2 എന്ന് എഴുതാമല്ലോ. What is root 9? It is 3. 3 root 2 എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. Yes, you got AC as 3 root 2 centimeter. Understood? ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. So we got AB as 3 centimeter
and AC as 3√2 centimeter. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്ന എന്താണ്? ഇതിനെ ഈ സൈഡ്സിനെ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് എഴുതുകയാണ്. എ ബി എന്ന് പറയുന്നത് 3 centimeter, which is your AB, and BC എന്ന് പറയുന്നത് എന്താണ്? 3 centimeter ആണ്. ആൻഡ് ഒരു റേഷ്യോ പോലെ എഴുതാണ്. ഇനി AC എന്ന് പറയുന്നതോ your hypotenuse, which is 3√2. ഇതിനെ നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എല്ലാ റേഷ്യോനെ ഡിവൈഡഡ് ബൈ 3 ചെയ്തേ എന്ത് കിട്ടും? 1:1:√2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയില്ലേ? ഇതാണ് ഞാൻ ഇവിടെ ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് when you have a triangle, റൈറ്റ് ട്രയാങ്കിൾ അതിൽ രണ്ട് ആംഗിൾസ് നമുക്കറിയാം, 45 ഡിഗ്രി 45 ഡിഗ്രി, ഒരു ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും. സോ അങ്ങനെയുള്ള ട്രയാങ്കിളില് ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡ്സ്, ഇപ്പൊ എ ബി ബി സി എ സി എന്ന് പറയുന്ന സൈഡ്സ് ആണല്ലോ. അപ്പം ആംഗിൾ തന്നിട്ടുണ്ട്, സൈഡ്സും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് കൺസിസ്റ്റന്റ് ആയിരിക്കും, നമ്മൾ മാറ്റമൊന്നും വരുത്തില്ല. ഈ എ ബി സിനെ നമ്മൾ തിരിച്ചു വെച്ചു മറിച്ചു വെച്ചു എന്ന് വെച്ചോണ്ടൊന്നും അതിന് മാറ്റം വരാൻ പോകില്ല, സൈഡ്സിന് മാറ്റം പോകുന്നില്ല. ആംഗിൾസ് 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുള്ളൂ. ഇപ്പൊ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി കേസ് വരുമ്പോൾ നമുക്ക് എന്താണ്, ആ ആംഗിൾസ് തന്നിട്ടുണ്ട്, സൈഡ്സിനെ പറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ സൈഡ്സ് എന്താണെന്നുള്ള ഓട്ടോമാറ്റിക്കലി നമുക്ക് ജസ്റ്റ് ഈ ഒരു പൈതഗോറസ് തിയറം വെച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്തെടുത്തെങ്കിലും നമുക്ക് ഈ ഒരു പ്രൂഫ് ഒന്നും ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊരു സ്റ്റാൻഡേർഡ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ ഒരു കേസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ്, ആ ഒരു സൈഡ്സ് ഏതൊക്കെയാണ് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഷടപടയെന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. കാര്യം അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എപ്പോഴും 1:1:√2 എന്ന് പറഞ്ഞായിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ സൈഡ് ഇപ്പൊ 4 സെന്റിമീറ്റർ ആണെങ്കിൽ 4:4:4√2 എന്ന് പറഞ്ഞിട്ടായിരിക്കും സൈഡ് വരിക. അല്ലെങ്കിൽ ഹോൾ ഡിവൈഡ് ബൈ 4 ആണെങ്കിൽ നോക്കുക, again we'll come to the same ratio 1:1:√2 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് തന്നെ എത്തിച്ചേരും. ദാറ്റ് ഈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രിയിലെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. the sides of any triangle of angles 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി, ആ ഒരു ആംഗിൾ ഓർത്തിരിക്കണം. 90 ഡിഗ്രി ഉണ്ട്, ബാക്കി രണ്ടെണ്ണം എന്തായിരിക്കും 45 ഡിഗ്രി 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? 1:1:√2. ഓക്കെ, നോക്കിയേ 45, ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 1, ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 1, ഇനി ഇത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് √2. ഈ ഒരു റേഷ്യോയിലായിരിക്കും നമ്മുടെ സൈഡ്സ് പോവുക. അപ്പൊ 1:1:√2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വാല്യൂ, ഇപ്പൊ ഈ ഇത് 1 ആയതുകൊണ്ടാണ് ഇവിടെയും 1. അപ്പൊ 1:√2 എത്ര? √2 അല്ലേ, അതുകൊണ്ട് ഇവിടെ √2 വരുന്നത്. ഇനി അത് വാല്യൂ മാറുന്ന അനുസരിച്ച് നമുക്ക് എന്നാന്നൊക്കെ ഉള്ള കണ്ടുപിടിക്കണം. ഓക്കെ, സോ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി എന്നുള്ള പാറ്റേണിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ്സിനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു റേഷ്യോ യൂസ് ചെയ്തിട്ട്. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദ ഫസ്റ്റ് തിങ്. ഓക്കെ, ആൻഡ് ദാറ്റ് റേഷ്യോ ഇസ് 1:1:√2. മറക്കരുത്, this is very 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 important. Understood? Now ഇപ്പം നമുക്കൊന്ന് മൊത്തത്തിൽ നമുക്കൊന്നുകൂടെ പറയാം. 45 45 90 ട്രയാങ്കിൾ എന്ന് വിളിക്കാമല്ലോ, അല്ലെങ്കിൽ 45 45 90 ട്രയാങ്കിൾ റൂൾ എന്നോ ഡിഫറെന്റ് നെയിംസ് നിങ്ങൾക്ക് കാണാം. സംഭവം ഇത്രയേ ഉള്ളൂ, ഞാനിപ്പം 1:1:√2 എന്നുള്ളതിന് പകരം ഞാനിവിടെ എക്സ് എന്ന് പറഞ്ഞ സൈഡിനെ കൊടുക്കുവാണെങ്കിൽ, അതായത് ഒരു 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എക്സ് ആണെങ്കിൽ ഈ 45 ഓപ്പോസിറ്റ് ഉള്ളത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ദാറ്റ് ഇസ് x എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം √2 ആയിട്ട്. അപ്പം ഇവിടെ എന്ത് കിട്ടുന്നോ, എ സി എന്ത് കിട്ടുന്നോ, നമ്മുടെ ബേസിൽ എ സി എന്ത് കിട്ടുന്നോ അതിനെ മൾട്ടിപ്ലൈ വിത്ത് √2, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് √2x. ജനറലി പറയുന്ന കേസ് ആണ് ഇത്. 45 45 90 എന്ന് പറയുന്നത് ഒരു ജനറൽ കേസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പം നമുക്ക് ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? സെയിം എക്സ് തന്നെ ആയിരിക്കും. വീണ്ടും അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകേണ്ട കാര്യമില്ല. യു ക്യാൻ റൈറ്റ് എ ബി ഇസ് ഈക്വൽ ടു എ സി ഇസ് ഈക്വൽ ടു എക്സ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ ആ എക്സ് കണ്ടുപിടിച്ചാൽ മതി. ഇനി ബി സി കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡയറക്ട്ലി നമുക്ക് എഴുതാം വിച്ച് ഇസ് √2x. സോ വാട്ട് ഇസ് ദ സൈഡ് എക്സ് എന്ന് പറയുന്നത്? വിച്ച് ഇസ് ദ സൈഡ് ഓപ്പോസിറ്റ് എക്സ് എന്ന് പറയുന്നത് സൈഡ് ഓപ്പോസിറ്റ് ടു 45 ഡിഗ്രി, ആൻഡ് √2x എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു യുവർ 90 ഡിഗ്രി ആണ്. അണ്ടർസ്റ്റുഡ്? ദിസ് ഇസ് യുവർ 45 45 90 ട്രയാങ്കിൾ റൂൾ. ഓക്കെ, അപ്പം ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സൈഡ്സ് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നൗ
It's a special? Yes, this triangle is very, very special. Okay. Now, case 2 വരുന്നത് 30, 60, 90. വീണ്ടും നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വേറെ പോസിബിൾ കോമ്പിനേഷൻ ഉണ്ടല്ലോ. 30, 60, 90 കോമ്പിനേഷൻസ്. സം ഓഫ് ദ ആംഗിൾ ഇസ് 180 തന്നെ ആയിരിക്കും. ആണല്ലോ. ഇനി 45, 45, 90 എടുത്തപ്പോഴും നമുക്കറിയാം ആ ഒരു പോസിബിൾ കോമ്പിനേഷനും ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആക്കും. ബിക്കോസ് ഇറ്റ്സ് എ ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ രണ്ട് പോസിബിൾ കോമ്പിനേഷൻസ് പറ്റും. അതായത് ഒരെണ്ണം 90 ഡിഗ്രി ആക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾസ് ഒരെണ്ണം 30യും ഒരെണ്ണം 60 ആവാം. ഇനിയും അതല്ല വേറൊരു possible combination ആണ് 45, 45. And already we have learned this one, and now we are going to learn about 30, 60, 90 ഡിഗ്രിയുടെ കേസ്. അതായത് ഒരു ആംഗിൾ 30 ഡിഗ്രി അല്ലെങ്കിൽ ഒരു ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്, മറ്റേത് 90 ഡിഗ്രി ആണ്. ബാക്കി ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എന്തായിരിക്കും 30 ഡിഗ്രി. അല്ലെങ്കിൽ 30 ഡിഗ്രി തന്നിട്ടുണ്ടാവും, എന്താ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ 90 ഡിഗ്രി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അല്ലെ. 90 ഡിഗ്രി ബുദ്ധി ഉപയോഗിച്ച് നമുക്കറിയാം അത് 90 ഡിഗ്രി ആണ്. And the other angle will be 60 degree എന്നുള്ളത്. ഇവിടെയും ഇതേപോലെ സൈഡ്സ് നമുക്ക് കണ്ടുപിടിക്കാം. Let me mark it as A, B and C. അപ്പൊ സൈഡ് എ ബി ഉണ്ട്, അതേപോലെ ബി സി ഉണ്ട്, which is equal to 3 centimeter. അത് നമുക്ക് തന്നിട്ടുണ്ട്. And എ സി കണ്ടുപിടിക്കണം. ആംഗിൾസോ, ആംഗിൾ എ is equal to 30 degree, ആംഗിൾ ബി is equal to 90 degree, and ആംഗിൾ സി is equal to 60 degree തന്നിട്ടുണ്ട്. Now, ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹാഫ് പീസ് ആയിട്ട് നമുക്ക് കരുതാൻ പറ്റുമോ? ഒരു ഹാഫ് ആയിട്ട്. അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 60 ഡിഗ്രി, ഇതൊരു 60 ഡിഗ്രി, ഇതൊരു 60 ഡിഗ്രി ഉള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിനെ ഹാഫ് ആയിട്ട് നമ്മൾ മുറിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പെർപെൻഡിക്കുലർ വെച്ച് നമ്മൾ വരച്ച് നമ്മൾ ഓൾറെഡി ലോവർ ക്ലാസ്സിൽ കണ്ടിട്ടുള്ള. അപ്പൊ ഈ ഒരു ഹാഫ് അല്ലേ നമ്മൾക്ക് ഈ ക്വസ്റ്റിന് തന്നിരിക്കുന്നത്? യെസ്, ഡെഫിനറ്റ്ലി. ഇപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ഒരു പ്രൂഫ്. അതായത് ഈ ഒരു പിക്ചർ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ നല്ല വൃത്തിക്ക് എടുത്ത് വരച്ചേക്കാണ്. ആൻഡ് യു ക്യാൻ സി ഓവർ ഹിയർ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ. എ, ബി ആൻഡ് സി, ഇത് ഡി എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പം ഇവിടെ നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ടോട്ടൽ സൈഡിന്റെ ലെന്ത് എന്ന് പറയുന്നത് ബി സി തന്നിട്ടുണ്ട് ഒരു സൈഡിൽ 3 + 3 6 സെന്റിമീറ്റർ. ബി സി 6 സെന്റിമീറ്റർ ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും എ ബിയും, അത് തന്നെ ആയിരിക്കും എ സിയും. എന്ത് 6 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ആണല്ലോ. എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. ഇനി നമ്മൾ എ ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതേപോലെ തന്നെ ഈ സൈഡ് എന്താണ് 6 സെന്റിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ, 6 സെന്റിമീറ്റർ. അപ്പൊ ഇതിനെ നമ്മൾ പെർപെൻഡിക്കുലർ വെച്ച് വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, 30 ഡിഗ്രി 30 ഡിഗ്രി ആയിട്ട്. ആണല്ലോ. ആൻഡ് വി ഗെറ്റ് ടു ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ നമ്പർ 1, ട്രയാങ്കിൾ നമ്പർ 2. ഇത് 90 ഡിഗ്രി. ഇപ്പൊ നോക്കിക്കേ, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ. ഇപ്പൊ നമ്മൾക്ക് ഇതിനകത്തിൽ ഈ ട്രയാങ്കിൾ എടുക്കാണ്, ട്രയാങ്കിൾ എ ഡി സി. ട്രയാങ്കിൾ എ ഡി സി എടുത്തിട്ടൊന്ന് നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നോക്കിയേ. ഇതില് സൈഡ് ഏതൊക്കെ തന്നിട്ടുണ്ട്? എ സി ഉണ്ട്, എ സി തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഡി സി നമുക്കറിയാം. ആൻഡ് വി നീഡ് എ ഡി. എ ഡി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എ ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, വി ഹാവ് ടു യൂസ് ദ പൈതഗോറസ് തിയറം അല്ലെ. ദാറ്റ് ഇസ് 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ദാറ്റ് ഇസ് 6 സ്ക്വയർ എന്താണ്? 36. 3 square is 9. You get root of 27. That is root of 9 into 3. Root 9 3 ആണ്. 3 root 3 എന്ന് പറഞ്ഞു കിട്ടും. You get it as AD as 3 root 3 centimeter. കിട്ടിയോ? AD കിട്ടി 3 root 3 centimeter. ഇപ്പൊ ട്രയാങ്കിൾ മൊത്തം ഫിൽ ആയല്ലോ. സൈഡ്സ് മൊത്തം അറിയാം, ആംഗിൾസ് മൊത്തം അറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഈ ട്രയാങ്കിൾ ADC തന്നെയല്ലേ നമ്മൾ മുമ്പേ കണ്ട പ്രീവിയസ് സ്ലൈഡിലെ ഈ ഒരു പിക്ചർ? അതെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ പറയാൻ പറ്റും ഇത് 3 സെന്റിമീറ്റർ ആണ്, എ ബി എന്ന് പറയുന്നത് 3 root 3 സെന്റിമീറ്റർ ആണ്, ആൻഡ് ദിസ് സൈഡ് ഇസ് 6 സെന്റിമീറ്റർ. ഐ ഷുവർ? യെസ്. ഇനിയാണ് നമ്മളൊരു കാര്യം കാണാൻ പോകുന്നത്. നമ്മൾ സൈഡ് എല്ലാം കണ്ടുപിടിച്ചു വെച്ചു അല്ലെ. ഇത് 3 root 3 ആന്ന് പറഞ്ഞു, ഇത് 6 ആന്ന് പറഞ്ഞു, ഇത് 3 ആന്ന് പറഞ്ഞു അല്ലെ. ഇനിയും നമ്മൾ ഈ സൈഡ്സിനെയൊക്കെ ഒന്ന് എഴുതി വെച്ചേ. 3 ഈസ് ടു മുമ്പത്തെ പോലെ 3 എന്ന് പറയുന്നത് ബി സി ആണ് അല്ലെ. ബി സി ഈസ് ടു നമ്മുടെ അടുത്ത സൈഡ് ഏതാണ്? എ ബി. എ ബി
ഈസ് ടു ലോങ്സ്റ്റ് സൈഡ് ഏതാണ്? എ സി. എ സിനെ മൂന്നാമത് ലോങ്സ്റ്റ് സൈഡ് ആയിട്ട് നമ്മൾ എഴുതുവാണ്. അപ്പൊ ബി സി, ബേസിൻ സ്റ്റാർട്ട് ചെയ്തു. ബി സി ഈസ് ടു എ ബി ഈസ് ടു എ സി. അപ്പൊ 3 സെന്റിമീറ്റർ ആണ്. എ ബി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നൗ നമ്മൾ കണ്ടുപിടിച്ചാണ് 3√3 ആണെന്നും എ സി എന്ന് പറയുന്നത് 6 ആണെന്നും പറഞ്ഞു. ഇതിനെ ഹോൾ ഡിവൈഡഡ് ബൈ 3, ഈ റേഷ്യോനെ ഹോൾ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1:√3:3. 6/3 എത്ര? 2. ദിസ് ഈസ് ദ predictable side ഈ ഒരു കേസിലെ 1:√3:2. അതായത് ഇത്ര ഓർത്താൽ മതി. 30, 60, 90 ആവുമ്പോൾ എല്ലാം ഡിഫറെന്റ്. 45, 45, 90 ആയപ്പോ എങ്ങനെയായിരുന്നു സൈഡ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നത്? 1:1:√2 ആണല്ലോ. ഇനി 30, 60, 90 ആകുമ്പോൾ ഓർക്കുക എല്ലാം ഡിഫറെന്റ് ആണ്. ഏറ്റവും 90 ഇങ്ങേ അറ്റത്തെ ഓർക്കുക ഏറ്റവും കൂടുതലായിരിക്കും. ദാറ്റ് ഇസ് 2. √3 എന്ന് പറയുന്നത് 1.732 ആണല്ലോ അതിന്റെ വാല്യൂ. അപ്പൊ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. 1:√3യുടെ വാല്യൂ ശരിക്കും 1.732 എന്ന് പറഞ്ഞിട്ടാണല്ലോ. (2). അതായത് ഇൻക്രീസിംഗ് ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. സോ 1:√3:2. ഇങ്ങനെയായിരിക്കും ആ റേഷ്യോ വരിക. സോ 30, 60, 90 ഡിഗ്രി നമുക്ക് ആംഗിൾസ് അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണ്? ഒരു ട്രയാങ്കിൾ കിട്ടുമ്പോൾ അതിന്റെ സൈഡ് എന്താണ്, ആംഗിൾ എന്താണ് കണ്ടുപിടിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. അപ്പം ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ സൈഡ് കണ്ടുപിടിക്കാം? ഈ ഒരു റേഷ്യോ യൂസ് ചെയ്തിട്ട്. പർട്ടിക്കുലർലി നമുക്ക് 30, 60, 90 ഡിഗ്രി ആണ് നമ്മുടെ ആംഗിൾസ് എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സൈഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് 1:√3:2 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഒരു റേഷ്യോയും ഇതിന്റെ ഓർത്തിരിക്കണം. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ഐഡിയ ക്ലിയർ ആവത്തുള്ളൂ. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇൻ എനി ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ എങ്ങനെയായിരിക്കും? 1:√3:2. 1:√3:2. അപ്പൊ 30 ഡിഗ്രി എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. ഇപ്പൊ ഞാൻ ജനറലി നമ്മളിപ്പോ പറയാണ് 30, 60, 90 ട്രയാങ്കിൾ റൂൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് 30 ഡിഗ്രി എന്ന് പറയും ഓപ്പോസിറ്റ്. അത് ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ് ഏതാന്ന് ചോദിച്ചാൽ ഇതായിരിക്കുമല്ലോ. ഇപ്പൊ എ ബി സി എന്ന് പറഞ്ഞാൽ എ ബി സിയിലെ എ ബി ആണല്ലോ ഷോർട്ടസ്റ്റ് സൈഡ്. കാര്യം എന്താണ്? ഷോർട്ടസ്റ്റ് ആംഗിൾ 30 ഡിഗ്രി ആണ്. ആ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും എന്തായിരിക്കും? ഷോർട്ടസ്റ്റ് ആയിരിക്കും. ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്തായിരിക്കും? ഷോർട്ടസ്റ്റ് ആയിരിക്കും. സോ എ ബി വിൽ ബി എക്സ്, ദാറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് സൈഡ്. മനസ്സിലായോ? ഇനി √3x അല്ലെങ്കിൽ x√3 എന്ന് പറയുന്നത് ബി സി, വിച്ച് ഇസ് എ മീഡിയം ലെന്ത് സൈഡ് ആണ് അല്ലെ. അതെന്ന് പറയുന്നത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള കാര്യം. നമ്മുടെ ആംഗിൾ നോക്കി തന്നെ അറിയാം. 30 പിന്നെ ഇൻക്രീസ് ചെയ്ത് 60ലേക്ക് പോകുന്നു, പിന്നെ ഇൻക്രീസ് ചെയ്താണ് 90 ഡിഗ്രിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഇതും കിടക്കുന്നത്. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എക്സ്, 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള √3x ആൻഡ് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2x ആയിട്ടും വരും. അണ്ടർസ്റ്റുഡ്? വിച്ച് ഇസ് ദ ലാർജസ്റ്റ് സൈഡ്? AC is the largest side in the diagram. Okay. ഇനി മീഡിയം ലെങ്ത് സൈഡ് ആയത് √3x വരുന്ന ബി സി ആയിരിക്കും മീഡിയം ലെങ്ത് സൈഡ്. ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്, അതായത് എ ബി ആയിരിക്കും. ഓക്കെ, എ ബി, ബി സി ആൻഡ് എ സി. മനസ്സിലായോ? അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ ഇതും ഒരു സ്പെഷ്യൽ കേസ് ആണ്. അണ്ടർസ്റ്റുഡ്? ബിക്കോസ് the sides we get predicted. Understood? Now let's see the problems. ഇപ്പൊ പ്രോബ്ലംസ് സോൾവ് ചെയ്തെങ്കിൽ നമുക്ക് എല്ലാ ഇതിന്റെ പോലെ കോൺസെപ്റ്റ് അറിഞ്ഞിട്ട് അത് പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ആ ഒരു entire section നമുക്ക് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. Okay, now let's see the problems. First question: in each of the following parallelograms, find the distance between the top and the bottom side. Okay, that is question number 1. ഈ ഒരു സെക്ഷനകത്ത് തന്നെ നമുക്ക് രണ്ട് കാര്യം കണ്ടുപിടിക്കണം. ഒന്ന്, the distance between the top and the bottom side. ടോപ്പിൽ നിന്ന് ബോട്ടമിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, which means the perpendicular distance. And also we have to calculate the area of each parallelogram. അപ്പൊ ഇതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറൊരു പാരലോഗ്രാം കൂടെ ഉണ്ട്. Now if you check this parallelogram, അതിന്റെ ഒരു സൈഡ് 2 ആണെന്നറിയാം, ഒരു സൈഡ് 4 ആണ് തന്നിട്ടുണ്ട്. Now we can join this അല്ലെ. അപ്പം ഈ ഒരു സൈഡ് നമ്മുടെ ടോപ്പ് കോർണർ ബോട്ടമിലേക്ക് ജോയിൻ ചെയ്യുന്നു. You get it as h. അത് ഹൈറ്റ് ഓഫ് ദി പാരലോഗ്രാം ആയിരിക്കുമല്ലോ. യെസ്, ഡെഫിനറ്റ്ലി. ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇത് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ, ബിക്കോസ് വി ഹാവ് ഡ്രോൺ എ പെർപെൻഡിക്കുലർ ആണല്ലോ. ഇത് 90 ഡിഗ്രി. ഡെഫിനറ്റ്ലി ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഒന്നും പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണ്ട. ദിസ് ഇസ് എ 45 ഡിഗ്രി. സോ if I mark it as A B C, triangle
എ ബി സി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 45 45 90 ട്രയാങ്കിൾ ആണ്. ഓക്കെ, 45 45 45 90 ട്രയാങ്കിൾ ആണ്. അതില് എ ബി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ എന്നും, ആൻഡ് വി ഡോണ്ട് നോ അബൌട്ട് ബി സി എന്താണെന്ന് അറിയില്ല, എ സി എന്താണെന്നും അറിയത്തില്ല, വിച്ച് ഇസ് ദ ഹൈറ്റ്. Okay, now my question is, find the distance between the top and bottom side. Top ഉം bottom തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ലൈൻ ഏതാണ്? എ സി. That means we have to find what is the height of the parallelogram. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് സെയിം ആയിരിക്കുമല്ലോ, ആണല്ലോ. 45 is to 45 is to 90 എന്ന് പറയുന്നത് 1 is to 1 is to root 2 ആണ്. ഇനി 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ എത്രയാണ് തന്നിരിക്കുന്നത്? 2 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് 2 സെന്റിമീറ്റർ is equal to root 2x, or x is equal to 2 divided by root 2. 2 എന്ന് പറയുന്നത് എന്താണ്? root 2 into root 2 അല്ലേ? അതെ, divided by root 2, root 2 cancel ആയി. x is equal to root 2 സെന്റിമീറ്റർ എന്ന് കിട്ടി. What is x? x എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ഇത് നമ്മുടെ x ആണെങ്കിൽ 1 into x ചെയ്യുമ്പോൾ x കിട്ടുമല്ലോ, 1 into x ചെയ്യുമ്പോൾ x കിട്ടുമല്ലോ, root 2 into x ചെയ്യുമ്പോൾ എന്താണ്? x root 2x കിട്ടുമല്ലോ. അപ്പൊ ഈ root 2x ആണ് 2 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? root 2. ഈ x എന്തായിരിക്കും? root 2. So what is the height over here? AC is equal to h is equal to, അതായത് ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്, which is nothing but root 2 centimeter. Understood? Now what is the area of the parallelogram? Area of the parallelogram എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? Area of the parallelogram എന്ന് പറയുന്നത് it is base into height ആണ്. What is the base? It's given us 4 centimeter into height എത്ര? root 2. That means 4 root 2, ഇതും സെന്റിമീറ്റർ ആണ്, and the area unit 4 root 2 centimeter square. This is how we should find it. Understood? Now let's see another question. ഇനി ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പാരലോഗ്രാമിലെ മുമ്പത്തെ പോലെ തന്നെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതൊന്ന് ജോയിൻ ചെയ്ത് നോക്കിയേ. This is your height, and this is your A, this is your B, and this is your C. അപ്പൊ എ ബി സി ഉണ്ട്. ഇത് എത്രയാണ്? 90 ഡിഗ്രി ആണ്, അല്ലല്ലോ. അപ്പം ഇതെന്തായിരിക്കും? ഈ ആംഗിൾ 30 ഡിഗ്രി ആണല്ലോ. ദാറ്റ് ഇസ് ആംഗിൾ എ എന്ന് പറയുന്നത് 30 ഡിഗ്രി, ആംഗിൾ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി, ആൻഡ് ആംഗിൾ സി എന്ന് പറയുന്നത് 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ വരച്ചു നമ്മൾ, അല്ലെ? അപ്പൊ ഇതിന്റെ സൈഡ്സ് ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഇസ് എ 30 60 90 ട്രയാങ്കിൾ ആണ്. ഏത്? ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതിനകത്തിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? 30:2, 60:2, 90 എന്ന് പറയുന്നത് ഏത് റേഷ്യോ ആണ്? 1:√3:2 2 എന്നാണ്, ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ അറിയാൻ പറ്റുന്നത് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എത്ര എന്നറിയില്ല, 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അറിയാം, ദാറ്റ് ഇസ് h. ഓക്കെ, h ആണെന്ന് നമുക്കറിയാം. ഇനിയും 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആണ് 2 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ, സോ വി ക്യാൻ കമ്പയർ ദീസ് ടു. അതായത് 2x is equal to 2 സെന്റിമീറ്റർ or x is equal to 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? √3x ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് എക്സ് ചെയ്യുക. പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എക്സ് ആയിട്ട് അങ്ങ് എടുക്കുക, അൺനോണെ. അപ്പൊ എക്സിനെ ഈ ഒരു റേഷ്യോനെ എക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഈസ് ടു √3x ഈസ് ടു 2x എന്ന് പറഞ്ഞു വരും. അപ്പൊ 2x ആണ് നമ്മൾ 2 ആയിട്ട് എടുത്തത്. സോ അതിൽ നിന്ന് എക്സ് എത്ര? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. സോ വാട്ട് ഈസ് യുവർ h ഓവർ ഹിയർ? √3x, √3 into 1, which is nothing but √3 centimeter. Now ഇപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടി, ദാറ്റ് ഇസ് എ സി എന്ന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ ഫ്രം ദ ടോപ്പ് ടു ദി ബോട്ടം ബേസ് എന്ന് പറയുന്നത്, അല്ലെ? അത് കിട്ടി √3 സെന്റിമീറ്റർ എന്ന്. നൗ വാട്ട് വി ഹാവ് ടു ഫൈൻഡ്? ഏരിയ കണ്ടുപിടിക്കണം, അല്ലെ? ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് വീണ്ടും ഇക്വേഷൻ യൂസ് ചെയ്യണം. ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസിന്റെ ഹൈറ്റ് 4 ആണ്, ആൻഡ് ഹൈറ്റ് ഇസ് √3. സോ 4√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഏരിയ കിട്ടും. Understood? Now let's see another question. Refer the figure given. What is the perpendicular distance from the top vertex to the bottom side and area of the triangle? Triangle area കണ്ടുപിടിക്കണം, and top vertex നിന്ന് bottom side ലേക്കുള്ള ഇതും കണ്ടുപിടിക്കണം. Now ഈ ഒരു ട്രയാങ്കിളിനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. A
ABC എന്ന് പറഞ്ഞിട്ട്. And you can see ABC എന്ന് പറയുന്നത് ഒരു isosceles triangle ആണ്. കാര്യം എന്താണ്? Because its two sides are equal. Its two sides are equal, which is 4 centimeter. അപ്പൊ 4 centimeter ഉള്ളപ്പോൾ അതൊരു isosceles triangle ആണെന്ന് പറഞ്ഞു. ഇനി നമുക്കറിയാം ഇതിനെ ഒന്ന് നമ്മൾ perpendicular വരയ്ക്കാണ്. നമുക്ക് എന്തായാലും perpendicular distance വേണം. Let this be a point be D. അപ്പം ഈ ആംഗിൾ എത്രയായിട്ട് മാറും? നമുക്കറിയാം ഒരു isosceles triangle ഉണ്ടെങ്കിൽ ടോപ്പ് വേർട്ടക്സിൽ നിന്ന് ഓപ്പോസിറ്റ് ബേസിലേക്ക് മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ആ ആംഗിൾസ് എന്താണ്? ഈക്വലി ബൈസെക്ട് ആവും. സോ the one angle will be 60 degree and this angle will be also 60 degree. ഇത് എത്രയായിരിക്കും? 90 degree. 60 ഉണ്ട് 90 ഉണ്ട്. Definitely you will get this angle as 30 degree. ഇവിടെ അതേപോലെ തന്നെ ഇത് 90 degree ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 degree ആയിരിക്കും. ആണല്ലോ? Yes. Now what we want, this is a 30 60 90 triangle ആണല്ലേ? അപ്പൊ 30 60 90 triangle എങ്ങനെയാണ് റേഷ്യോ പോകുന്ന? 1:√3:2 2 എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കിവിടെ സൈഡ് അറിയാം 4 സെന്റിമീറ്റർ അല്ലേ? സോ അത് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആണ്. അപ്പൊ നോക്കാം ഏത് ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡാന്ന് നോക്കുക. അതായത് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെയാണ് നമുക്കറിയാവുന്ന 4 സെന്റിമീറ്റർ എന്ന്. അതായത് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ റേഷ്യോ ഏതാ? 2. അപ്പൊ നമ്മൾ ഇവിടെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ 2x എന്ന് കൊടുക്കുക. 2x is equal to 4 centimeter or x is equal to 4/2 which is equal to 2 centimeter. നമുക്ക് x എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. നമുക്ക് വേണ്ടത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ മെഷർ ആണ്. അതായത് AD എന്ന് പറയുന്നത് സൈഡ് ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി ആണല്ലോ. അത് തന്നെയല്ലേ നമുക്ക് വേണ്ട പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? അതെ, ആ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കുന്നത്? x തന്നെയാണ്, which is nothing but 2 centimeter. കിട്ടിയോ 2 centimeter എന്ന്? Yes. So the perpendicular distance from the top vertex to the bottom side എന്ന് പറയുന്നത് എത്രയാണ്? Which is nothing but 2 centimeter. Now how can you find the area of the triangle? Simple. Area of the triangle എന്ന് പറയുന്നത് half into base into height ആണ്. Now what is the base? നമുക്കറിയാം BD യും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. കാര്യം BD അറിയത്തില്ല, ബേസ് ആണ് അല്ലേ? half into base എത്രയാണ്? Base of the triangle is BC into height നമുക്കറിയാം it is 2 എന്ന്. So BC എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? BC എന്ന് പറയുന്നത് it is twice of BD ആണല്ലോ. കാര്യം BD എന്താണോ അത് തന്നെയാണ് DC അല്ലേ? BD equal to DC. കാര്യം they are the mid point. Mid point ആണ്. D എന്ന് പറയുന്നത് mid point ആയതുകൊണ്ട് തന്നെയാണ് അത് twice ആയിട്ട് വരും. So what is BD actually? BD എന്ന് പറയുന്നത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആണ് അല്ലേ? 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ റേഷ്യോ എത്ര? √3. അപ്പൊ √3x കണ്ടുപിടിക്കണം. അപ്പൊ BD എന്ന് പറയുന്നത് nothing but √3x which is എന്താണ് x? 2. അപ്പം 2√3 എന്ന് പറഞ്ഞു കിട്ടും. Okay, 2√3 centimeter. Now what is BC? BC is twice of BD. അപ്പൊ BD കണ്ടുപിടിച്ചു, BD ന്ന് BC കണ്ടുപിടിക്കണം. That is 2 into 2√3 which is equal to 4√3 centimeter. അപ്പൊ BC കിട്ടി. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ 2 എന്തായാലും കട്ടായി പോകും. ബാക്കി വരുന്നത് BC ആണ്. That is 4√3 centimeter square എന്ന് പറഞ്ഞിട്ടായിരിക്കും ഏരിയ കിട്ടുക. Understood? 4√3 centimeter square. ഇത്രയേ ഉള്ളൂ. Isosceles triangle ആണ്. അത് സ്പ്ലിറ്റ് ചെയ്തു. We got it as 30 60 90 ഡിഗ്രി ആയിട്ട് ട്രയാങ്കിൾ ഫോം ചെയ്തു. അതിൽ പിന്നെ നമ്മുടെ പഴയ പോലെ തന്നെ റേഷ്യോസ് ഓട്ടോമാറ്റിക്കലി അതിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. Coming to the next problem. The measure of the smallest angle of a right angle triangle is 30 degree. The length of its smallest side is 8 centimeter. What is the length of its largest side? അപ്പൊ നമുക്കറിയാം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. നമ്മൾ അങ്ങ് വരച്ചേക്കാം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, അതിന്റെ ഒരു ആംഗിൾ 30 ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ട്. ലെറ്റ് ദിസ് ബി യുവർ 30 ഡിഗ്രി and this is your 90 degree. ഞാനത് മാർക്ക് ചെയ്യാണ് ABC എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കുമല്ലോ. അതായത് രണ്ട് ആംഗിൾ കിട്ടി ഓട്ടോമാറ്റിക്കലി. പിന്നെ നമ്മളത് ഒന്നും സ്റ്റെപ്പ് നമ്മുടെ ആംഗിൾസിന്റെ ആഡ് ഒന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. യു ക്യാൻ ഓട്ടോമാറ്റിക്കലി റൈറ്റ് ഇറ്റ് അല്ലെ? ഇനി 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആണ് ഷോർട്ടസ്റ്റ് സൈഡ് എന്നറിയാം ആണല്ലോ. അപ്പൊ ഈ ലെങ്ത് ഓഫ് ദി സ്മോളസ്റ്റ് സൈഡ് ഇസ് 8 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഏത് സൈഡിന്റെ കാര്യമാണ്? ഇസ് ഇറ്റ് BC ഓർ AB?
ഇറ്റ്സ് ബി സി അല്ലെ. കാരണം 30 ഡിഗ്രി എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ആംഗിൾ ആണ്. ആ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഷോർട്ടസ്റ്റ് ആയിരിക്കും. അപ്പൊ ബി സി എന്ന് പറയുന്നതാണ് 8 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. മനസ്സിലായോ? Now our question is what is the length of its largest side? അപ്പൊ ബി സി അറിയാം 8 സെന്റിമീറ്റർ എന്നും എ സി എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 30, 60, 90 ട്രയാങ്കിളിലെ റേഷ്യോ 1:√3:2 ആണ്. ഇനി ഒന്ന് നോക്കേണ്ടത് എ സി എന്ന് പറയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആണ് അല്ലെ. എ സി ആണിത്. ആൻഡ് 60 എന്ന് പറയുന്നത് എ ബി വരും. ആൻഡ് 1 എന്ന് പറയുന്നത് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ബി സി ആണ്. ആണല്ലോ. ഇതാണ് സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ആണല്ലോ. ഇനി ഇതിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ബി സി എന്ന് പറയുന്നത് എന്താണ്? 8 സെന്റിമീറ്റർ which is your x actually. ഈ ഇക്വേഷനെ നമ്മൾ x ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പം x ഈസ് ടു x√3:2 2x എന്ന് പറഞ്ഞു കിട്ടുമല്ലോ. യെസ്. അപ്പൊ ബി സി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ എക്സ് ആണല്ലോ, വിച്ച് ഇസ് യുവർ 8 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2x ആണല്ലോ. എ സി is equal to 2x which is equal to 2 into 8 which is equal to 16 centimeter. സിമ്പിൾ ആണല്ലോ. യെസ്. അപ്പൊ 30, 60, 90 ഡിഗ്രി വെച്ചിട്ടാണ് ഇവിടെ കണ്ടുപിടിച്ചത്. Another question. In triangle PQR, angle Q is equal to 90 degree, angle P is equal to 45 degree. ഇപ്പൊ രണ്ട് ആംഗിൾ ഉണ്ട്. ഇപ്പൊ 45 90 ഡിഗ്രിയുടെ ട്രയാങ്കിൾ കേസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇത് 90 ഡിഗ്രി തരുമ്പരേ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് സ്പെഷ്യൽ കേസസേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏത് ട്രയാങ്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരെണ്ണം 45 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ അതും 45 ഡിഗ്രി ആയിരിക്കും മറ്റേതും. സോ എ ബി സി അല്ല, പി ക്യു ആർ ആണ്. പി ക്യു ആർ. അപ്പൊ നോക്കിയേ, ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, ആംഗിൾ പി എന്ന് പറയുന്നത് 45 ഡിഗ്രി, ആൻഡ് ക്യു ആർ ഇസ് ഗിവൺ as 5 സെന്റിമീറ്റർ. അപ്പൊ നമ്മുടെ അറിയാം 45:2 45:2 90 ഡിഗ്രിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആണ്. അതിൽ തന്നിരിക്കുന്ന സൈഡ് ഏതാണ്? 5 സെന്റിമീറ്റർ ആണ്. അത് ഏത് ഓപ്പോസിറ്റ് ആണ്? 45. സോ ദിസ് ഇസ് യുവർ എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കണം വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് പി ആർ. പി ആർ എന്ന് പറയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആണ്, അതായത് √2 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ യുവർ പി ആർ ഇസ് ഈക്വൽ ടു √2x which is equal to 5√2 സെന്റിമീറ്റർ. കിട്ടിയോ? യെസ്. നൗ another question. Calculate the area of the triangle given. അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇത് നമ്മൾ മുമ്പേ കണ്ട പോലെ ഉള്ള ട്രയാങ്കിൾ അല്ല. കാര്യം ഒരു ആംഗിൾ 45 ഡിഗ്രി, ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ്. മറ്റേ ആംഗിൾ എന്തായിരിക്കും? 45 plus 60 is 5, 105. 180 minus 105 എത്രയായിരിക്കും വരിക? ഇറ്റ് ഇസ് 75. അതായത് മൊത്തം മെഷർ വരുന്നത് എന്തായിരിക്കും? 75 ഡിഗ്രിയാ. ഇത് സ്റ്റാൻഡേർഡ് ട്രയാങ്കിളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് 30, 60, 90 കോമ്പിനേഷൻ ആണോ? അല്ല. ഇനി ഇത് 45, 90 കോമ്പിനേഷൻ ആണോ? അതും അല്ല. അപ്പൊ നമുക്ക് പക്ഷേ അതിലേക്ക് ആക്കി എടുക്കാൻ പറ്റും അല്ലെ? അതെങ്ങനെയാ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതിനെ ഓപ്പോസിറ്റ് സൈഡിനെ, ടോപ്പ് വേർട്ടെക്സിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി ജോയിൻ. അപ്പൊ ഇതിനെ എ ബി സി ഡി എന്ന് വിളിച്ചു. ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ സൈഡും 90 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ എ ബി സി എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് കോമ്പിനേഷനാ? ഇത് 45 ഡിഗ്രി ആണെന്നറിയാം. അപ്പൊ ഇതും 45 ഡിഗ്രി ആയിരിക്കും. സോ 45, 90 ഡിഗ്രി കോമ്പിനേഷൻ വരും എ ബി സി. ഇനിയും ട്രയാങ്കിൾ എ സി ഡി എടുത്താലോ? ഏത് കോമ്പിനേഷനാ? 60 ഡിഗ്രി ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഇത് 30 ഡിഗ്രി ആണല്ലോ. അപ്പൊ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 75. 45 plus 30 you get it as 75 എന്ന് പറഞ്ഞു കിട്ടും. അതും സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. സോ എ സി ഡി എന്ന് പറയുന്നത്, കാര്യം അത് മിഡിൽ പോയിന്റ് അല്ല. മിഡിൽ അല്ല, നമ്മൾ ആംഗിളിനെ രണ്ടും ഈക്വൽ ആയിട്ടല്ല ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഫിഗർ. അപ്പം എ സി ഡി എന്ന് പറയുന്നത് 30, 60, 90 കോമ്പിനേഷനുമാണ്. ആണല്ലോ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ വേണമെങ്കിൽ ബേസ് വേണം. യു നോ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇസ് ബി ഡി
ഇൻറ്റു ഹൈറ്റും വേണം വിച്ച് ഇസ് എ സി. അപ്പൊ എ സിയും വേണം ബി ഡിയും വേണം. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഓരോ ട്രയാങ്കിൾ എടുക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കാം, ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു സൈഡിന് എക്സ് എന്നും ഇതിന് എക്സിന് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എക്സും ഈ സൈഡ് 1:1:√2 എന്നല്ലേ, √2 എക്സ് എന്നും പറഞ്ഞ് വിളിക്കാം ആണല്ലോ. അതായത് 45 90 ഡിഗ്രിയിൽ 1:1:√2 എന്നാണല്ലോ. അതായത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് x√2x ആണല്ലോ. അപ്പൊ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എ സി ആണ്. ഓക്കെ, അതൊന്ന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഇട്ട് കൊടുക്കാം. 30-60-90 റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:√3:2 ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഫസ്റ്റ് ഒരെണ്ണത്തിനെ y എന്ന് പറഞ്ഞെടുത്തു. y ഇൻറ്റു √3y ഇൻറ്റു 2y എന്ന് പറഞ്ഞിട്ടാണ് സെക്കൻഡ് ട്രയാങ്കിളിന്റെ റേഷ്യോ വരുന്നത് ആണല്ലോ. അതിൽ നമുക്കറിയാം 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് എന്ത് y. ഇനിയും 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് √3y ആൻഡ് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എന്താണ് 2y. ഇത്രയും ആണ് നമുക്ക് അറിയാവുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകും, ദാറ്റ് ഇസ് യുവർ എക്സ് ഇസ് ഈക്വൽ ടു √3y. നോക്കിക്കേ, ഈ എക്സ് തന്നെയല്ലേ √3y. കാര്യം ഫസ്റ്റ് ട്രയാങ്കിളിലെ എക്സും സെക്കൻഡ് ട്രയാങ്കിളിലെ √3yയും ഈക്വൽ ആണ്. ബിക്കോസ് ഇറ്റ്സ് ദ സെയിം എ സി ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ റൈറ്റ് x is equal to √3y. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. ഇനിയും നമുക്കറിയാം ബേസ് എത്ര തന്നിട്ടുണ്ട്, 4 സെന്റിമീറ്റർ. ദാറ്റ് ഇസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്, 4 സെന്റിമീറ്റർ നമുക്കറിയാം ആണല്ലോ. അതിൽ ഈ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ, വാട്ട് യു വിൽ ഗെറ്റ് √3y plus y is equal to 4 centimeter or y into √3 plus 1 is equal to 4, or you can write y is equal to 4 divided by √3 plus 1 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, y കിട്ടി. ഇനി x കണ്ടുപിടിക്കാമല്ലോ. x എന്ന് പറയുന്നത് എന്താണ്, √3y. y is √3, 4√3 by √3 plus 1 എന്ന് പറഞ്ഞ് കിട്ടും. Now my aim is to find BD. BD എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ആണ്. ഇറ്റ് ഇസ് 4 സെന്റിമീറ്റർ. സോ യുവർ ഏരിയയിലെ ഹാഫ് ഇൻറ്റു BD 4 സെന്റിമീറ്റർ ആണ്. വാട്ട് ഇസ് AC? AC എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലെ, ഓർ √3y. ഇപ്പൊ എക്സ് എടുത്താലും മതി, which is same as √3y. ഇപ്പൊ 4√3 by √3 plus 1 എന്ന് വരും. 2 here you will get as 2. അപ്പം again you get it as 2 4s are, ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. 2 4s are 8√3 by √3 plus 1. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു വിത്ത് ദിസ് കോൺജുഗേറ്റ് √3 minus 1 by √3 minus 1. ആൻഡ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8√3 into √3 is 8 into 3 minus 8√3 divided by √3 plus 1 into √3 minus 1. എന്ത് കിട്ടും, 3 minus 1. Just simple mathematics. So 24 minus 8√3. √3യുടെ വാല്യൂ 1.732 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ 3 minus 1 is 2. And you get the final answer as 5.072 centimeter square. Okay, what is the area of this triangle? You get it as 5.072 centimeter square എന്ന് പറഞ്ഞിട്ടാണ് the total area of the triangle കിട്ടുന്നത്. Okay, just ബാക്കിയെല്ലാം mathematics solve ചെയ്ത് പോവാം. Understood? Now, last question. Calculate the area of a right angled triangle whose one angle is 45 degree and hypotenuse is 20 centimeter. ഒരു right angled triangle വരയ്ക്കുന്നു and its one angle is 45 degree എന്ന് പറയുമ്പോൾ it is automatically 45 90 degree triangle ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. And its hypotenuse is 20 centimeter. It is A, it is B, and this is C. അപ്പോൾ hypotenuse ആണ് AC എന്ന് പറയുന്നത് 20 centimeter തന്നിരിക്കുന്നത്. നമുക്കറിയാം 45 90 degree triangle ratio 1:1:√2 ആണ്. And 90 എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്, 20 സെന്റിമീറ്റർ, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഇതിനെ അങ്ങനെ എഴുതാൻ പറ്റും x√2x എന്ന് പറഞ്ഞ് എഴുതാം. സോ യുവർ √2x എന്ന് പറയുന്നതാണ് ഇവിടെ 20, or x is equal to 20 by √2. Okay, so this is your 20 by √2
And this is also your 20 by root 2. കാര്യം രണ്ടും x ആണല്ലോ. Now what is the area? Area is equal to half into base is 20 by root 2 into height. Height is again 20 by root 2. It is 10 root 2 into root 2 എത്ര 2 വരും 5 5 2s are 10 100 centimeter square. So you got the answer as 100 centimeter square. Now let's summarize the entire section. So we have mainly learned the special cases of right angle triangle. അതായത് ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സൈഡ്സ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു 2 റേഷ്യോസ് കിട്ടിയിട്ടുണ്ട്. വൺ സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് when the angles are 30 60 90 degree കേസും and the other special case എന്ന് പറയുന്നത് 45 45 90 degree special കേസും ആണ്. അതിൽ 30 60 90 degree കേസ് ആകുമ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2ഉം 45 45 90 ഡിഗ്രിയിൽ സ്പെഷ്യൽ കേസിൽ നമുക്ക് വരുന്ന റേഷ്യോ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആണ്. സോ ഈ ഒരു 2 സ്പെഷ്യൽ കേസസ് ഓഫ് ട്രയാങ്കിളിന്റെ വെച്ചിട്ട് നമുക്ക് എന്താണ് സൈഡ്സ് പ്രെഡിക്റ്റ് ചെയ്യാം ആൻഡ് ഇറ്റ് ഇസ് എ മോർ കൺസിസ്റ്റന്റ് വേ ഓഫ് ഫൈൻഡിങ് ദ സൈഡ്സ്. ഓക്കെ, നൗ ദാറ്റ്സ് ഓൾ ഫോർ ദ സെക്ഷൻ. താങ്ക് യു. Manorama Horizon. Learning made simple.